ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് മിത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്നത് ഖാദി ബോർഡ് LDC 2023 ആണ്. മെയിൻസിന്റെ രീതിയിൽ വേണം ആ ഒരു എക്സാമിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ. അപ്പൊ എന്നിരുന്നാലും ഇവിടെ കൊടുത്തിരിക്കുന്നത് 2019 നടന്ന ഖാദി ബോർഡ് LDCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഇതും വർക്ക്ഔട്ട് ചെയ്ത് വേണം നമുക്ക് പോകാൻ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ ബി പെരിയാറാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കിലോമീറ്ററും കൂടി നമുക്ക് പഠിച്ചു വെക്കണം. 244 കിലോമീറ്റർ ആണ്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്ന ഏതാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ 209 കിലോമീറ്റർ ആണ്. രണ്ടാം സ്ഥാനം 209 കിലോമീറ്റർ ഉള്ള ഭാരതപ്പുഴയാണ്. ഇനി മൂന്നാം സ്ഥാനം വരുന്നത് പമ്പാ നദിയാണ്. 176 കിലോമീറ്റർ ആണ്. 176 കിലോമീറ്റർ ആണ്. അടുത്തത് ചാലിയാറാണ്. നാലാം സ്ഥാനത്ത് വരുന്നത് ചാലിയാറാണ്. 169 കിലോമീറ്റർ ആണ്. അടുത്തത് ചാലക്കുടി പുഴയാണ്. അഞ്ചാം സ്ഥാനം 145.5 കിലോമീറ്റർ ആണ്. 145.5 കിലോമീറ്റർ ആണ് ചാലക്കുടി പുഴ. അപ്പൊ ഈ 5 നദികളും നമ്മൾ പ്രത്യേകം ഇതിന്റെ കിലോമീറ്റർ എത്രയാണ്, ഇതിന്റെ ദൂരം എത്രയാണെന്നുള്ളത് പ്രത്യേകം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. 244 കിലോമീറ്റർ ആണ്. അടുത്തത്, ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി വരയാടാണ്. വരയാടിനെയാണ് ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദേശീയ പാർക്കാണ് ഇരവികുളം എന്ന് പറയുന്നത്. 1975 ദേശീയ പാർക്ക് ആകുന്നത്. അപ്പൊ കേരളത്തില് ടോട്ടൽ 6 ദേശീയ പാർക്കാണ് ഉള്ളത്. എന്നാൽ PSCയുടെ ഉത്തരപ്രകാരം അത് 5 ദേശീയ പാർക്കാണ്. 5 ദേശീയ പാർക്കാണ് കേരളത്തിലുള്ളതെന്നാണ് PSCയുടെ ഉത്തരത്തിൽ പറയുന്നത്. അതിൽ ഏറ്റവും വലിയ ദേശീയ പാർക്ക് എന്ന് പറയുന്നത് ഇരവികുളം നാഷണൽ പാർക്കാണ്. അതേപോലെ ഏറ്റവും ആദ്യത്തെ, കേരളത്തിലെ ആദ്യത്തെ ദേശീയ പാർക്ക് എന്ന് പറയുന്നതും ഇരവികുളം നാഷണൽ പാർക്കാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? വരയാടാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് പറഞ്ഞത് ആരാണ്? ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആയ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് പറഞ്ഞത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത്. എന്നാൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത്. എന്നാൽ இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്നും ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? അത് തൈക്കാട് അയ്യാണ്. തൈക്കാട് അയ്യാണ്. അപ്പൊ ഇതെല്ലാം പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരമാണ്. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ്. അതേപോലെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്നാണ്? 1847 1847 ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിച്ചു വെക്കേണ്ടതാണ്. ഈ പ്രാവശ്യത്തെ കമ്പനി ബോർഡ് മെയിൻ എക്സാമിനൊക്കെ ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പൊ ഇങ്ങനത്തെ എല്ലാം നമ്മൾ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1847 തലശ്ശേരിയിൽ നിന്നിട്ടാണ്. തലശ്ശേരിയിൽ നിന്നാണ്. അപ്പൊ ഇത് ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടറ്റാണ്. ഹെർമൻ ഗുണ്ടറ്റാണ് ഇത് ആരംഭിച്ചത്. അതേപോലെ 1850 ഇതിന്റെ പ്രസിദ്ധീകരണം അവസാനിക്കുകയും ചെയ്തു. 1850 ഇത് പ്രസിദ്ധീകരണം അവസാനിച്ചു. 1847 ഇതിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. തലശ്ശേരിയിൽ നിന്നാണ്. ഹെർമൻ ഗുണ്ടറ്റാണ് ഇത് ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് എന്നാണ്? 1920 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത്. അപ്പൊ ഗാന്ധിജി 5 പ്രാവശ്യമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ ആ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. 1920, 1925, 27, 34, 37. അപ്പൊ ഈ 5 വർഷങ്ങൾ ഓർത്ത് വെക്കണം. 1920, 25, 27, 34, 37. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത്. മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ്. നീളം എത്രയാണ്? അതിന്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ ആണ്. 8848.86 മീറ്റർ ആണ് എവറസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത്. അതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ്
ഗോഡ്വിൻ ഓസ്റ്റിൻ. അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ്, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നീളം കൂടി ഇനി ഉയരം കൂടി പഠിച്ചു വെക്കാം. 8611 മീറ്റർ ആണ്. 8611 മീറ്റർ ആണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? അപ്പൊ ഹിരാക്കുഡ് നദീതട പദ്ധതി എവിടെയാണ്? മഹാനദി, ഒഡീഷയിലെ മഹാനദിയിലാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എന്താണ്? ലക്ഷദ്വീപിന്റെ ആസ്ഥാനം കവരത്തിയാണ്. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ ലക്ഷദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതേപോലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശവും കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ്, ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. എന്നാൽ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശമാണ്. ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അറബിക്കടലിലാണ് ഈ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിലുള്ള ആണ് ഈ ഒരു ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 36 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ്. 36 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതുപോലെ കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് ലക്ഷദ്വീപ് വരുന്നത്. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് ലക്ഷദ്വീപ് വരുന്നത്. അതേപോലെ ഒരേ ഒരു ജില്ല മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ജില്ലയാണ് ലക്ഷദ്വീപിൽ ഉള്ളത്. ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത്, ഇപ്പം ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. അതേപോലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? അത് ബിത്രയാണ്. 36 ദ്വീപുകളുടെ കൂട്ടമാണ്. അതിൽ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. അതേപോലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്ക് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് എന്താണ്? മുംബൈയാണ്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട്. പാലക്കാടിലാണ് പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല എന്ന് പറയുന്നത് കേരളത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ബൊക്കാറോ ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ആൻസർ വരുന്നത് സോവിയറ്റ് യൂണിയൻ, റഷ്യയുടെ സഹായത്തോടെയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പൊ ബൊക്കാറോ എവിടെയാണ്? ഝാർഖണ്ഡിലാണ് ബൊക്കാറോ എന്ന് പറയുന്നത്. ഇനി അതുപോലെ ബ്രിട്ടന്റെ സഹായത്തോടെ വരുന്ന ഇരുമ്പുരുക്ക് ശാലയാണ് ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. അതുപോലെ ജർമ്മനിയുടെ സഹായത്തോടെ വരുന്നതാണ് റൂർക്കേല എവിടെയാണ്? ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സഹായത്തോടെ വരുന്നതാണ് റൂർക്കേല ഒഡീഷയിലാണ്. അതേപോലെ ഭിലായി ഉണ്ട്. ഭിലായി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അപ്പൊ അതും റഷ്യയുടെ സഹായത്തോടെയാണ്. അപ്പൊ റഷ്യയുടെ സഹായത്തോടെ വരുന്ന രണ്ടെണ്ണം ഉണ്ട്. ബൊക്കാറോയും ഉണ്ട്, ഭിലായും ഉണ്ട്. ബൊക്കാറോ വരുന്നത് ഝാർഖണ്ഡിലാണ്, ഭിലായി ഛത്തീസ്ഗഡിലും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം. എന്ന് ചോദിക്കുമ്പോൾ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് 1526ലാണ്. 1526ലാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. ഇബ്രാഹിം ലോധിയും അതേപോലെ ബാബറും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്. ഇബ്രാഹിം ലോധിയും അതേപോലെ ബാബറും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. 1526ലാണ്. ഇനി അതേപോലെ രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1556ലാണ്. 1556ലാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. അത് ഹെമുവും അക്ബറും തമ്മിലാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. അതേപോലെ മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761ലാണ്. 1761ലാണ് മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. അത് മറാത്ത രാജവംശവും അതേപോലെ അഹമ്മദ് ഷാ അബ്ദലിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ രാജവംശവും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് മൂന്നാം പാനിപ്പത്ത് യുദ്ധം. അപ്പൊ ആരൊക്കെ തമ്മിലാണ്? മറാത്ത രാജവംശവും അതേപോലെ അഹമ്മദ് ഷാ അബ്ദലിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ സൈന്യവും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് മൂന്നാം പാനിപ്പത്ത് യുദ്ധം. വർഷം 1761ലാണ്. അപ്പൊ ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526, രണ്ടാം പാനിപ്പത്ത് യുദ്ധം 1556, മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761ലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെ കുറിച്ചിട്ടുള്ളതാണ്? അപ്പൊ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. അപ്പൊ ഈ ഒരു പുസ്തകം എഴുതിയത് വാലന്റൈൻ ഷിറോളാണ് ഈ ഒരു പുസ്തകം എഴുതിയത്. അത് ബാലഗംഗാധര തിലകനെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? വന്ദേ മാതരം എടുത്തിട്ടുള്ളത്
ആനന്ദമഠം. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ഇത് എഴുതിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരം. അതേപോലെ ജനഗണമന എടുത്തിട്ടുള്ളതാണ് ഗീതാഞ്ജലി. ജനഗണമന ഗീതാഞ്ജലിയിൽ നിന്നാണ് എടുത്തത്. എഴുതിയത് ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് ഗീതാഞ്ജലി എഴുതിയത്. അതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന നീൽ ദർപ്പണുണ്ട്. നീൽ ദർപ്പണം എന്ന് പറയുന്നത് ഒരു ബംഗാളി നാടകമാണ്. ബംഗാളി നാടകമാണ്. അത് എഴുതിയത് ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്ര എഴുതിയ ഒരു ബംഗാളി നാടകമാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. 1859 ബംഗാളിൽ നടന്ന നീലം വിപ്ലവവുമായിട്ട് ഒരു ബന്ധമുള്ള ഒരു നാടകമാണിത്. 1859 ബംഗാളിൽ നടന്ന നീലം വിപ്ലവം, ഇൻഡിഗോ കലാപവുമായിട്ട് ബന്ധമുള്ള ഒരു നാടകമാണ് നീൽ ദർപ്പണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എഴുതിയത് ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? അത് വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലുവിന്റെ വാക്കുകളാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും കൂടി ചേർന്ന് 1954 ഏപ്രിൽ 29 1954 ഏപ്രിൽ 29 ഒപ്പുവെച്ച ഒരു തത്വമാണ് പഞ്ചശീല തത്വം എന്ന് പറയുന്നത്. ഒരു ഉടമ്പടിയാണ്. അപ്പൊ അത് 1954 ഏപ്രിൽ 29 ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവും അതേപോലെ ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും ചേർന്നിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരാണ് രചിച്ചത്? അംശി നാരായണപിള്ളയാണ്. അംശി നാരായണപിള്ളയാണ് ഈ ഒരു ഗാനം രചിച്ചത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? 3-ാം ഭാഗത്ത് മൗലിക അവകാശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാം ഭാഗത്താണെങ്കിൽ യൂണിയനും പ്രദേശങ്ങളുമാണ്, ഇന്ത്യയിലെ പ്രദേശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 2-ാം ഭാഗത്ത് പൗരത്വമാണ്. 3-ാം ഭാഗത്ത് മൗലിക അവകാശങ്ങളാണ്. 4-ാം ഭാഗത്ത് നിർദ്ദേശക തത്വങ്ങളാണ്. 4A-യിലാണെങ്കിലോ മൗലിക കടമകളെ കുറിച്ചിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. റിസർവ് ബാങ്കിന്റെ RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. 1935 ഏപ്രിൽ 1-നാണ് RBI രൂപീകൃതമാകുന്നത്. 1935 ഏപ്രിൽ 1-നാണ് RBI രൂപീകരിക്കുന്നത്. ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപീകരിക്കുന്നത്. ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം. ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകൃതമാകുന്നത് 1926-ലാണ്. 1926-ലാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകൃതമാകുന്നത്. അതിന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപീകരിക്കുന്നത് 1935 ഏപ്രിൽ 1-ന്. ഇനി RBI ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1-നാണ്. 1949 ജനുവരി 1-നാണ് RBI ദേശസാൽക്കരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അറസ്റ്റ് ചെയ്ത കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? ആൻസർ ഓപ്ഷൻ ബി 24 മണിക്കൂറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാർലമെന്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് 1980-ലാണ്. വനസംരക്ഷണ നിയമം 1980-ലാണ്. ഇന്ത്യൻ വന നിയമമാണെങ്കിൽ അത് 1927-ലാണ്. 27-ലാണ് ഇന്ത്യൻ വന നിയമം. ഇനി വന്യജീവി സംരക്ഷണ നിയമമാണെങ്കിൽ 1972-ലാണ്. അപ്പൊ 27 നേരെ തിരിച്ചിട്ടാൽ മതി, 72. അപ്പൊ കിട്ടും വന്യജീവി സംരക്ഷണ നിയമം. വന നിയമമാണെങ്കിൽ 27-ല്, വന്യജീവി സംരക്ഷണ നിയമമാണെങ്കിൽ അത് 72-ലാണ്. ഇനി വന സംരക്ഷണ നിയമമാണെങ്കിൽ അത് 80-ലാണ്. 1980-ലാണ് വന സംരക്ഷണ നിയമം. ഇനി അതേപോലെ പരിസ്ഥിതി സംരക്ഷണ നിയമമാണെങ്കിൽ അത് 1986-ലാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമം 86-ലാണ്. അതേപോലെ ജൈവ വൈവിധ്യ സംരക്ഷണ നിയമമാണെങ്കിൽ അത് 2002-ലാണ്. ജൈവ വൈവിധ്യ നിയമമാണെങ്കിൽ അത് 2002-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക വനിതാ ദിനം മാർച്ച് 8-ആണ്. മാർച്ച് 8-നാണ് ലോക വനിതാ ദിനം എന്ന് പറയുന്നത്. അതേപോലെ ദേശീയ വനിതാ ദിനമാണെങ്കിൽ ഫെബ്രുവരി 13-ആണ്. ഫെബ്രുവരി 13-നാണ് ദേശീയ വനിതാ ദിനം എന്ന് പറയുന്നത്. സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ്. ഫെബ്രുവരി 13-ആണ് ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? ചെങ്കോട്ടയാണ്. 500 രൂപ നോട്ടിൽ ചെങ്കോട്ടയാണ്, റെഡ് ഫോർട്ട് ആണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ നമുക്ക് പഠിച്ചു വെക്കാം, 10 രൂപ നോട്ടിൽ കാണപ്പെടുന്ന എന്താണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് 10 രൂപ നോട്ടിൽ കാണപ്പെടുന്നത്.
20 രൂപയിലാണെങ്കിൽ എല്ലോറ ഗുഹയാണ് 20 രൂപ നോട്ടില്. 50 രൂപ നോട്ടില് ഹംപിയാണ്, ഹംപി. അതേപോലെ 100 രൂപ നോട്ടിലാണെങ്കിൽ റാണി കി വാവാണ് 100 രൂപ നോട്ടില്. ഇനി 200 രൂപ നോട്ടിലാണെങ്കിൽ അത് സാഞ്ചി സ്തൂപമാണ്, സാഞ്ചി സ്തൂപം. അതേപോലെ 500 രൂപ നോട്ടിൽ നമ്മൾ പഠിച്ചു ചെങ്കോട്ടയാണ്, ചെങ്കോട്ട. അതേപോലെ 2000 രൂപ നോട്ടിൽ മംഗൾയാനാണ്, 2000 രൂപ നോട്ടിൽ ഉള്ളത്. അടുത്തത് 2020 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ടോക്കിയോ, ജപ്പാനാണ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയനാണ് KJ യേശുദാസ്. 2017 പത്മവിഭൂഷൺ ലഭിച്ചത് KJ യേശുദാസിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, PSLV 37 104 ഉപഗ്രഹങ്ങളുമായിട്ട് ബഹിരാകാശത്തേക്ക് കുതിച്ചതെന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2017 ഫെബ്രുവരി 15-നാണ് PSLV 37 വിക്ഷേപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം? സാക്ഷി മാലിക്കിന്റെ ഇനം എന്താണെന്നാണ് ചോദ്യം. ആൻസർ ഗുസ്തിയാണ്. അടുത്തത്, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ, ഭക്രാനങ്കലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത്, 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയൽ 1896. അടുത്തത്, കേരളത്തിലെ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, പത്തനംതിട്ടയിലാണ് ആനകൾക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ് മംഗോളിയ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്തത്, ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷമാണ് 1789. 1789 ഫ്രഞ്ച് വിപ്ലവം. ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങൾ ഉള്ളത്? US-ന്റെയാണ്, അമേരിക്കയുടെ പതാകയിലാണ് 50 നക്ഷത്രങ്ങൾ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകസഭയിലെ സീറോ അവറിന്റെ ദൈർഘ്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, അരമണിക്കൂറാണ് സീറോ അവറിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അടുത്തത്, ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? ബേക്കൽ കോട്ട എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട. അടുത്തത്, ഫാസിസത്തിന്റെ വക്താവ് ആരാണ്? മുസോളിനിയാണ്. നാസിസമാണ് ചോദിക്കുന്നെങ്കിൽ അത് ഹിറ്റ്ലറാണ്. ഫാസിസം ആണെങ്കിൽ മുസോളിനിയാണ്. അടുത്തത്, കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 1936 വൈക്കം സത്യാഗ്രഹം ആണെങ്കിൽ 1924. മലയാളി മെമ്മോറിയൽ 1891. ഗുരുവായൂർ സത്യാഗ്രഹം 1931. അടുത്ത ക്വസ്റ്റ്യൻ, ISRO സ്ഥാപിതമായത് എന്നാണ്? 1969 ഓഗസ്റ്റ് 15-നാണ്. 1969 ഓഗസ്റ്റ് 15-നാണ് ISRO സ്ഥാപിതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? വിക്രം സാരാഭായാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരമാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ കായിക താരം സച്ചിനാണ്. അടുത്തത്, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പൊ ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമാകുന്നത് 1953 ഒക്ടോബർ 1-നാണ്. ആന്ധ്ര സംസ്ഥാനം. ഇനി അത് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനമാണ് രൂപീകൃതമായത് ചോദിച്ചാൽ അത് 1956 നവംബർ 1-നാണ്. ആന്ധ്ര സംസ്ഥാനം ചോദിച്ചാൽ 1953 ഒക്ടോബർ 1-നാണ്. അതേപോലെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1-നാണ്. അപ്പൊ അതേപോലെ ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് നിരാഹാരം അനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അമരജീവി എന്നാണ് പോറ്റി ശ്രീരാമലു അറിയപ്പെടുന്നത്. ഇനി ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്?
അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ സഹായിയായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായ മലയാളിയാണ് വി പി മേനോനാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സഹായിയായിട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറി ആയി നിയമിതനായ മലയാളിയാണ്. അതേപോലെ ഫസൽ അലി കമ്മീഷനിൽ ഉണ്ടായിരുന്ന മലയാളിയാണ് കെ എം പണിക്കർ ഫസൽ അലി കമ്മീഷനിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തിയാണ് ഡച്ചുകാരെ. 1741 കുളച്ചൽ യുദ്ധം. അത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ്. അടുത്തത്, ചാമ്പൽ മലയെണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ. അപ്പൊ ചാമ്പൽ മലയെണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാറാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്നമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അന്നത്തെയാണ് ചോദിച്ചിരുന്നത്, 2019 എക്സാം ആണിത്. അപ്പോൾ അത് ആൻസർ സി രവീന്ദ്രനാഥ് ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ആരാണ്? വി ശിവൻകുട്ടിയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി. ഈ ഉന്നത വിദ്യാഭ്യാസമാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആർ ബിന്ദുവാണ്. ഉന്നത വിദ്യാഭ്യാസം ചോദിച്ചാൽ അത് ആർ ബിന്ദുവാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത്. 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത്. ഇത് നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 1905 ഒക്ടോബർ 16 നിലവിൽ വരുന്നത്. ഒക്ടോബർ 16 അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദേശീയ വിലാപ ദിനം എന്നാണ് ഒക്ടോബർ 16 അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ലിറ്റിൽ. ഇംഗ്ലീഷ് നോക്കാം. ലിറ്റിലിന്റെ കമ്പാരിറ്റീവ് ഫോം ആണ് ലെസ് ആണ്. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസ് ദ മീനിങ് ഓഫ് ദ ഗിവൺ വേർഡ് എക്സ്ട്രിക്കേറ്റിന്റെ മീനിങ് എന്താണ്? ഫ്രീ എന്നാണ് എക്സ്ട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇതിൽ ശരിയായിട്ടുള്ളത് ആംബിഗ്യൂറ്റിയാണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. അടുത്തത്, ഐ കനോട്ട് ഡാഷ് ഹിസ് ബിഹേവിയർ എന്താണ്? പുട്ടപ്പ് വിത്ത് ആണ്. ടോളറേറ്റ് എന്നാണ് പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ. ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് ഹിസ് ബിഹേവിയർ എന്നാണ്. അടുത്തത്, എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓഫ് ദ സെയിം ടൈപ്പ് ദാറ്റ് ലിവ് ആൻഡ് ഫീഡ് ടുഗദർ ഈസ് നോൺ ആസ് എന്താണ്? ഹേർഡ് എന്നാണ് അർത്ഥം. അടുത്തത്, റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. രാജു സേസ് ഐ എം എ ഫാർമർ. അപ്പോൾ ഇതിന്റെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻസർ രാജു ആണ്. രാജു സേസ് ദാറ്റ് ഹീസ് എ ഫാർമർ. അടുത്തത്, ഇഫ് സച്ചിൻ ഹാഡ് പ്ലേഡ്. ഇഫ് കഴിഞ്ഞ് ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് വരിക? ഓപ്ഷൻ എ ആണ്, ദേ വുഡ് ഹാവ്. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 വന്നാൽ വുഡ് ഹാവ് എന്ന് വരണം. ദേ വുഡ് ഹാവ് വൺ എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹാപ്പിനെസ് കൺസിസ്റ്റ് ലാർജ്ലി ഇൻ കണ്ടന്റ്മെന്റ് എന്നാണ് വരിക. അടുത്തത്, നോബഡി വാണ്ട്സ് ടു ബി പുവർ. ഇറ്റ്സ് ക്വസ്റ്റ്യൻ ടാഗ്. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ഡു ദേ എന്നാണ്. നോബഡി വാണ്ട്സ് ടു ബി പുവർ. ഇത് ഡു ദേ എന്നാണ് വരിക. അടുത്തത്, ഹു ഇസ് എ മിസോഗിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മാൻ ഹു ഹേറ്റ്സ് വിമൻ ആണ് മിസോഗിനിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബെല്ലാഡോണ എന്ന് പറയുന്നത് എന്താണ്? എ പ്രിറ്റി വുമൺ എന്നാണ് ബെല്ലാഡോണ എന്ന് പറയുന്നത്. അടുത്തത്, മനു ഷോഡ് നോ സിമ്പതി ടുവേർഡ്സ് ദി പൂർ. ഹിസ് ആറ്റിറ്റ്യൂഡ് വാസ് ഫുൾ ഓഫ് ആന്റിപ്പതി എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റീപ്ലേസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് വിത്ത് വൺ വേർഡ്. ഏതാണ്? ദ ക്രോസ് വാസ് മെയ്ഡ് സ്കേർഡ് എന്ന് പറയുന്ന വാക്കാണ്. ബൈ ദ ഡെത്ത് ഓഫ് ജീസസ് ഓൺ ഇറ്റ് എന്നാണ് വരുന്നത്. ആൻസർ ബി ആണ്, സാങ്ക്ടിഫൈഡ് എന്നാണ് വരുന്നത്. മെയ്ഡ് സ്കേർഡ്, സാങ്ക്ടിഫൈഡ്. അടുത്തത്, ഹാങ് ടുഗദർ മീൻസ് എന്ന് പറഞ്ഞാൽ വർക്ക് ഇൻ യൂണിയൻ എന്നാണ്. അടുത്തത്, ദ സിനോണിം ഓഫ് റിമോസിന്റെ സിനോണിം എന്താണ്? റിഗ്രറ്റ് എന്നാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, പീറ്റർ പോസ്റ്റ് ദ ലെറ്റർ ചേഞ്ച് ദ വോയിസ് ഓഫ് ദ വെർബ്. അപ്പോൾ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ദ ലെറ്റർ വാസ് പോസ്റ്റഡ് ബൈ പീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, നെയ്തർ സൂസൻ നോർ ടോം
നെയ്തർ സൂസൻ നോർ ടോം ഈസ് അവൈലബിൾ. ഈസ് അവൈലബിൾ എന്നാണ് വരിക. നെയ്തർ ഓർ നോർ കഴിഞ്ഞാൽ ഈസ് ആണ് വരുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് റോങ്. ഇതിൽ എന്താണ് തെറ്റായിട്ടുള്ളത്? ഫസ്റ്റ് തന്നെ തെറ്റാണ്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് റൈറ്റ് ദ എക്സാമിനേഷൻ എന്നുള്ളത് തെറ്റാണ്. വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് വരേണ്ടത്. ഇവിടെ റൈറ്റ് എന്നുള്ളത് പ്ലൂറൽ വെർബാണ്, റൈറ്റ്സ് എന്നാണ് വരേണ്ടത്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് റൈറ്റ്സ് ദ എക്സാമിനേഷൻ എന്നാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് യു ഹാഡ് ബെറ്റർ. യു ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ ഒരു V1 ആണ് വരേണ്ടത്. ഇവിടെ V1 വന്നിരിക്കുന്നത് എന്താണ്? കൺസൾട്ട് ആണ്. അപ്പോൾ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ എന്നാണ് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വി ഡാഷ് ഹിയർ ഫോർ ആൻ അവർ. വി ഡാഷ് ഹിയർ ഫോർ ആൻ അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വി ഹാവ് ബീൻ വെയിറ്റിംഗ്. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ആൻ അവർ എന്നാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, രാമനാൽ എന്നത് ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? പ്രയോജികയാണ്. പ്രയോജികയാണ് രാമനാൽ. അടുത്തത് വിൽ പ്ലസ് ടു ഈക്വൽ ടു വിൽ ടു ഏത് സന്ധിയാണ്? ഏത് സന്ധിയാണ്? ആദേശ സന്ധിയാണ് വിൽ പ്ലസ് ടു വിൽ ടു എന്ന് പറയുന്നത്. അടുത്തത് ഭാഷാ പ്രയോഗത്തിലെ വൈകല്യങ്ങൾ. ഇത് ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ശരിയായ പദം ഏതാണ്? അനർഘം എന്നാണ്. അനർഘമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് അർത്ഥം എഴുതുക. ഉടജം എന്ന പദത്തിന് അർത്ഥം ഏതാണ്? ഉടജം എന്നാൽ ആശ്രമം എന്നാണ്. ആശ്രമമാണ് ഉടജം. അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടെയാണ്? നൃത്തം. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലാണ് നൃത്തം. അത് ആരുടെയാണ്? M. മുകുന്ദന്റെയാണ്. നൃത്തം M. മുകുന്ദന്റെയാണ്. അടുത്തത് ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? K. ശ്രീകുമാറാണ്. K. ശ്രീകുമാറാണ് ആശാ മേനോൻ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് സാറാ തോമസിന്റെ ഏത് നോവലാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? സാറാ തോമസ് 2023 മാർച്ചിലാണ് അന്തരിച്ചത്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നാർമണി പുടവയാണ്. നാർമണി പുടവയാണ്. ആ നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അടുത്തത് കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക. കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക എന്താണ്? ഗീവ് ദ സ്ലിപ്പ്. ഗീവ് ദ സ്ലിപ്പ് ആണ് കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക. അടുത്തത് ഭരതവാക്യം. ഭരതവാക്യം എന്ന് പറഞ്ഞാൽ ദ എൻഡ്. ദ എൻഡ് ആണ് ഭരതവാക്യം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.